എടാ മോനെ. അപ്പോൾ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് മത്സരം കൊണ്ട് എത്തിയിട്ടുണ്ട് ട്ടാ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 6-ാം തീയതി രാത്രി 7 മണിക്കായിരിക്കും മത്സര ചോദ്യങ്ങൾ ലഭിക്കുക. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് സമ്മാനവും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. ടെക്സ് ആൻഡ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്ന പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടായിരിക്കുക. ആകെ 15 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. മത്സരം ഗൂഗിൾ ഫോം വഴിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ID നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും. മത്സരത്തിൻ്റെ ലിങ്ക് കൂട്ടുകാർക്ക് ലഭിക്കുന്നത് ഇപ്രകാരമാണ്. ജൂൺ 6-ാം തീയതി രാത്രി 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന അവസാനത്തെ പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിലായിരിക്കും ലിങ്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ടും മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ജയിക്കുക തോൽക്കുക എന്നതിലല്ല, പങ്കെടുക്കലാണ് മുഖ്യം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹേർട്ട് ഇമോജിയും ഒരു ഫയർ ഇമോജിയും കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ഏത് ഇഷ്ടം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5-ന്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്നാണ്? ഉത്തരം 1974 ജൂൺ 5-ന്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യുജിൻ പിയോഡ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസനോവു ഫുക്കുവോക്ക. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദുംവ ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ്? ഉത്തരം കൊളംബിയ.
1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഉത്തരം KM മുൻഷി. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഏണസ്റ്റ് ഹെയ്ക്കൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റേച്ചൽ കഴ്സൺ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10ാമത്. ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഉത്തരം WG റോസൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്തയിൽ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? ഉത്തരം കണ്ടൽ ചെടികൾ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം. ഓസോൺ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? ഉത്തരം ഭീമൻ പാണ്ട. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് എന്ന സ്ഥലത്ത്. ലോക തണ്ണീർത്തട ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം റാൻ ഓഫ് കച്ച് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ്? ഉത്തരം LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. എന്നാൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഉത്തരം ഡെറാഡൂണിൽ. അപ്പോൾ കൂട്ടുകാരി, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ചോദ്യോത്തരങ്ങളും PDF-കളും മത്സര നിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.